പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, കാൽമുട്ടിന് താഴേക്ക് തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് വ്യത്യസ്ത സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന അല്ലസിന്റെ കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ
വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിലെ എപ്പോഴും നമ്മൾക്ക് വരുന്നൊരു വിഷയം, ചില സമയത്ത് ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ കൃപ നമുക്ക് സീറോയായി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുക. എങ്ങനെയാണ് അച്ഛനത് മനസ്സിലാക്കുന്നത് വെച്ചാൽ, അതായത് സാക്ഷ്യം വഹിക്കാൻ കരുത്തില്ലാത്ത രീതി വരുമ്പോൾ ഓർക്കണം കൃപ സീറോ ആയെന്ന്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസരങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ളതാണെന്നാണ്. എല്ലാ അവസരങ്ങളും, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്ക 21:12. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പോൾ ഇതാണ് വിഷയം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഏറ്റുപറയാനുള്ള അവസരങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരങ്ങൾ ആണ് സാക്ഷ്യം വഹിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കുന്നാൾ നിങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് അഖില എന്ന് പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ആ ഒരു ജോലി മാത്രമേ ഉപജീവന മാർഗത്തിനുള്ളൂ. അവൾ പറഞ്ഞ് ഞാൻ ശനിയാഴ്ച വന്ന് ക്ലാസ് എടുത്തോളാം, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, പിന്നെ പ്രാർത്ഥന ദിവസമാണതെന്ന് പറഞ്ഞ് അവളത് ഉപയോഗിച്ച് അതാണ് ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ്. ചില ആൾക്കാരാണെങ്കിൽ പറയും കുർബാന പോയാലൊന്നും കുഴപ്പമില്ല, നാളെ കാണാനില്ല, ജോലി പോയാൽ എങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കലാണ് ദൈവമേ. നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് പറയിപ്പിച്ച് നിങ്ങളെ ശരിക്കും മാറ്റി നിർത്തുകയാണ്. ശരി, നിങ്ങൾക്കൊരു അവസരം തന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആളല്ല എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ചതിക്കുഴികളാണ് വരുന്നത്. ആർക്കും ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, വിശ്വാസിയാണെന്ന് മേനിന്നടിക്കാൻ പറ്റത്തില്ല. മേനിന്നടിക്കുമ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്നിട്ട് പറയും നീ റെസ്പോണ്ട് ചെയ്യാൻ പറയും. അപ്പോഴേ സത്യസന്ധമായിട്ടല്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കള്ളവിശ്വാസങ്ങളൊന്നും വിലപ്പോകത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണെന്ന്. അപ്പം മോശ കാലഘട്ടവും കാലാവസ്ഥയും ജീവിത അവസ്ഥയും കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള, പിന്നീട് എന്ത് സംഭവിക്കും ആ സാക്ഷ്യത്തിൽ നമ്മൾ ജയിച്ചാൽ പിന്നെ നിൻ്റെ ജീവിതം മൊത്തം ദൈവം അങ്ങ് ഏറ്റെടുക്കുകയാണ്. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും എല്ലാം
അപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് മുമ്പാണ് ദൈവം സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരണത്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും മുമ്പും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരും. അത് ചിലർക്കത് മനസ്സിലാവും, ചിലരങ്ങനെ ഉറപ്പിച്ച് നിൽക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻജുവാൻ്റെ സാക്ഷ്യം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. കാനഡയിൽ അവർക്ക് ജോലിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് 28 വയസ്സുണ്ട്, അവർക്ക് പഠിക്കണവർ. പക്ഷേ എന്ത് ചെയ്യും? എന്നാലും ഈ ബൈബിളും കൊണ്ടുപോയി അവിടെ ജോലി ചെയ്ത സ്ഥലത്ത് ബൈബിൾ വെക്കും. അപ്പോൾ ബൈബിളിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാകും, ബൈബിൾ വിശ്വസിക്കാത്തവരുണ്ടാകും. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കാൻ. കാര്യത്തിൽ ആ ഒരു ത്രെഡ് എടുത്തിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് അവൾ പറയും. അങ്ങനെയാണ് ഓരോ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം വന്ന എന്തിനാണ് നമ്മളിത് പറഞ്ഞതെന്നറിയാമോ? അത് പറയാൻ കാരണം, ചില സമയത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ തോന്നത്തില്ല, പേടിച്ചു പോകും, പതറിപ്പോകും, നമ്മൾ മറന്നു പോകും. അപ്പോൾ ഓർക്കേണ്ടത് കൃപ. നമ്മൾ എന്താ അതിന് പറയണത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബൈക്കിൻ്റെ റിസർവ് പോലും എണ്ണ ഉണ്ടാകത്തില്ല. റിസർവ് കൃപ പോലും ഉപയോഗിച്ച് മാറും. കാര്യം ഓരോരുത്തർ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ റിസർവ് കൃപയും തീർന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. റിസർവ് കൃപയും തീർന്നു. അങ്ങനെ വന്നാൽ, ഇപ്പോൾ റിസർവ് കൃപയും തീർന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ആ കാലഘട്ടം അത് ജീവിക്കണത്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിനയപ്പെടണം. വിനയപ്പെട്ട് യേശുവിനെ ഈ ബാങ്ക്രപ്റ്റ്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് യേശുവിനെ ചലിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഒരു വലിയൊരു സന്ദേശം എന്താ? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ പാർത്തു. അപ്പോൾ നമ്മളത് നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്ത് നമ്മളെ തന്നെ വിനയപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വിനയപ്പെട്ട് കഴിയുമ്പോൾ അതാണ് ഈ ശതാധിപനൊക്കെ സംഭവിക്കുന്നത്. ശതാധിപന് വായിച്ച് ലൂക്ക 7:6-7 തിരുവചനങ്ങൾ. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു. ഇയാളുടെ കൃപ റിസർവാണ്. കാര്യം തന്നെ, ഇയാൾ ശതാധിപന് ഒത്തിരി കൊല്ലമായിട്ട് നടക്കുന്ന ആളാണ്. കൃപ റിസർവിൽ ഇല്ല, കൃപ ഇല്ല. പക്ഷെ അയാളെ കൃപ ശരിക്കും നമ്മൾ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞല്ലേ, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു സിറ്റുവേഷന് ഈ മനുഷ്യൻ ഫുൾ ടാങ്ക് അടിക്കണം കണ്ടല്ലേ. ഫുൾ ടാങ്ക് അടിക്കണം എങ്ങനെ? കൃപയുടെ ഫുൾ ടാങ്കാണ് അടിക്കണേ. എങ്ങനെ അടിക്കണേ? അയാൾ 2-3 വാക്കുകൾ പറഞ്ഞേ. കർത്താവിനെ വഴി വെച്ച് കണ്ട അയാൾ. ആ കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. വിജാതിനായി മനുഷ്യൻ പറഞ്ഞ വാക്കാണ് കർത്താവ് കുർബാന വരുമ്പോൾ ഇന്ന് സഭ പറയണത്. എന്താണ്? അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതായത് ഈ ശതാധിപന് ശരിക്കും 0- കൃപയിൽ നിൽക്കുന്ന ഒരാൾ കൃപയുടെ ഫുൾ ടാങ്കിലേക്ക് വരണത് ഈ വിനീത അവസ്ഥയിലൂടെയാണ്. അതാണ് അമ്മ പറഞ്ഞത്, അവിടുന്ന് തൻ്റെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃപ എങ്ങാനും ബാങ്ക്രപ്റ്റ്സ് ആയിപ്പോയാൽ നേരെ ഡൗൺ ചെയ്ത് അഹങ്കാരം മാറ്റി, ഹുങ്ക് മാറ്റി, തൻപൂർവ മനോഹം മാറ്റിയിട്ട് നേരെ എളിമപ്പെട്ട് 0- വരണം. എല്ലാവരുടെയും ക്ഷമിച്ച്, എല്ലാവരുടെയും ദാസനായി, എല്ലാവരുടെയും ശുശ്രൂഷകനായി തൻ്റെ നിസ്സഹായ അവസ്ഥ ഏറ്റുപറഞ്ഞിട്ട് സഹായിക്കണം. ഞാൻ സാക്ഷ്യം വഹിക്കാൻ
തയ്യാറാണ് എന്ന് പറയണതാണ് എന്ന് പറയണത്. വെറുതെ എളിമപ്പെട്ടിട്ട് കാര്യമില്ല. അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തണത്. ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറിയമേ നീ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയും ആ സംഭവം. അപ്പം എന്തെങ്കിലും ഒരു ബാങ്ക്രപ്ഷൻ വന്നാൽ ശതാധിയെപ്പോലെ നേരെ താഴേക്ക് വന്നിട്ട് ഈ കൃപയുടെ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണത് ഫുൾ ടാങ്ക് അടിക്കാൻ നമുക്ക് പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2019 2019 നവംബറിൽ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വെച്ചിരുന്നത് 10 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സ്ഥലം എൻ്റെ അപ്പാടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതി വെക്കുകയും പക്ഷേ അത് ഒരു വിശ്വാസവഞ്ചന എന്ന പോലെ പിന്നീട് തിരിച്ചു കിട്ടാതെ വരികയും ചെയ്തായിരുന്നു. ഒരുപാട് ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി. പക്ഷെ ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാ രീതിയിലും ശ്രമിച്ചു നോക്കി. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ തരാമെന്ന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൾക്ക് നന്നായിട്ട് പാസ്സാവാൻ വേണ്ടിയായിരുന്നു അന്ന് നിയോഗം വെച്ചിരുന്നത്. അതുപോലെ തന്നെ 100 പിള്ളേർ പഠിച്ച കോളേജിൽ 99 പേര് എക്സാമിൽ എഴുതിയിൽ കോളേജ് ടോപ്പറായിട്ട് അവൾ പാസ്സാവുകയും ചെയ്തായിരുന്നു. ഇനി എൻ്റെ ഉടമ്പടി ഞാൻ അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് ടൈമെല്ലാം വന്നു. ഞാൻ ഒരിക്കലും ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളിൽ മാത്രം കൂടിയിരുന്നു. മറ്റൊരു കാര്യത്തിലും കൂടുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാതാവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത്. അത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ അത് തോണ്ടി വിടുക മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും അത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ അന്ന് ഇവിടുന്ന് ഫ്രണ്ടിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിൽ കിടക്കുന്ന എപ്പോഴും മാതാവ് അന്ന് തൊട്ട് കൂടെയുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് 2022-12-2022 എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം തുടങ്ങാം. ഇങ്ങനെ പട്ടിക്കാട്ടം പോലെ ഒരു ജീവിതം കിട്ടിയിട്ടും എങ്ങനെയാണ് ക്രിസ്റ്റി നിനക്ക് ഇപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. അതിനുള്ള കാരണം ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ അതികഠിനമായിട്ടുള്ള പെടലി വേദന, അതായത് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും. അത് എഡറുവാണോ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് വല്ലാതെ എടറുന്ന പോലെ വരും. അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അത് വരും. അത് 5 ദിവസത്തോളം നിൽക്കും. ആ സമയത്തെന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റത്തില്ല, കിടന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. പലവിധ ഈ കുഴമ്പുകൾ പോലത്തെ അങ്ങനത്തെ പല സാധനങ്ങൾ അല്ലാതെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ട് എനിക്കൊരു 18 വയസ്സുള്ള സമയത്ത് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് പറഞ്ഞു ഇതൊരു ജന്മന ഉള്ളത് ഇങ്ങനെ ആ ബോൺ അത് വളഞ്ഞാണ് ഇരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാൻ ആകെ അത് 1000-ൽ ഒരാൾക്കോ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് അതൊരു മേജർ സർജറി പോലെ വേണേൽ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എവിടെ പോയാലും അതേ നിങ്ങളോട് ഡോക്ടർ എവിടെ ചെന്നാലും അതേ പറയുള്ളൂ. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും വേറെ എവിടെ പോയി നോക്കിയാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു. ശരി, അത് എക്സ്റേ നമുക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ പെയിൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായിരുന്നു അവസ്ഥ. തല പൊക്കാൻ പറ്റാതെ വരും. അപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. കാരണം പെടലിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ചെറിയ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പറയും ആരും വിശ്വസിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതായത് കോവിഡ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് അകന്നിരുന്ന ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. അധികം ജസ്റ്റ് വൈകുന്നേരത്തെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വയം ഒരു പ്രാർത്ഥനയിലേക്ക് വന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇവിടെ പെടയുടെ ഭാഗത്തത് തൊട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1.5 വർഷത്തോളമായി അമ്മയുടെ ഉടമ്പടിയിലായ സമയത്തും ഞാൻ എടുത്ത സമയത്തും കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു തവണ പോലും അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിട്ടില്ല. എനിക്ക് തണുപ്പ് പറ്റത്തില്ല, അതുപോലെ തന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കും എൻ്റെ പെയിൻ. ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. വെയിറ്റ് പറ്റത്തില്ല, ബസ്സിലൊന്നും ഇങ്ങനെ തൂങ്ങി പിടിച്ച് അങ്ങനെ നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുമായിരുന്നു. അതെനിക്ക് പൂർണ്ണമായിട്ട് മാതാവ് എടുത്തു മാറ്റി. ഇതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളേ അല്ല. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ
ഒരു 12 വർഷത്തിന് മേലെയായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ശത്രുതയാണ്. അതിന് എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന എൻ്റെ ഇടവകയിലുള്ള 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പം അതിനകത്തൊരു പെൺകുട്ടിക്ക് എന്നോട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എപ്പോഴും പുള്ളിക്കാരത്തിക്ക് വൈരാഗ്യമായിരുന്നു. മെയിനായിട്ട് പുള്ളിക്കാരത്തി എനിക്ക് കളറില്ല, എന്നെ സ്കിൻ കളറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. കറുത്തവളയെന്ന് വിളിച്ച് ഏത് സമയവും. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഒരു തവണ ബോർഡിൽ ഇങ്ങനെ ഏത് കഴിവ് കെട്ടവൾ കേൾക്കുന്ന ജോലി നന്നായി ചെയ്യണമെന്ന് എഴുതിയിട്ട് കുറേ കൂട്ടുകാർ ചേർന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു ഭയങ്കരമായിട്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എനിക്ക് എൻ്റെ മുഖം അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഞാൻ വെറുത്ത സമയമായിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, ദൈവം തൻ്റെ ഛായയിലും സദർശിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും രൂപക്കൂടിൻ്റെ മുമ്പിൽ പോയി ഞാൻ മാതാവിനോടും വെലിച്ചനോടും ആയിരുന്നു എൻ്റെ വിഷമം പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു, മാതാവിനോട് ചോദിക്കായിരുന്നു, ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയല്ലേ ഈശോ അമ്മയാക്കിയത്, എന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാത്ത ഒരാളെ സെലക്ട് ചെയ്തത്? അപ്പം ദൈവത്തിന് പോലും നീതിയില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. കാരണം അതുപോലെ ഞാൻ അതിൻ്റെ പേര് വേദനിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഞാൻ കേട്ടു എപ്പോഴും എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്നിൽ സംതൃപ്തിയായിരുന്നു. പക്ഷെ മറ്റുള്ളവർ എപ്പോഴും അങ്ങനെ പറയും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ പേരിൽ ഉണ്ടാവുക ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്കത് മനസ്സിലാവില്ല. അത് ആ രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ.